ഇങ്ങേർക്കിട്ടൊന്ന് പൊട്ടിക്കാൻ തോന്നി. സത്യം പറഞ്ഞാൽ എന്തോ നാടേ ചെയ്തു വെച്ചേക്കുന്നത്. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല മമ്മൂക്ക. കളങ്കാവില് കണ്ടിട്ട് കിളി പോയി മക്കളെ. അജാതിയായിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയിൽ മമ്മൂക്കക്ക് തല്ലി കിട്ടുന്നത് കണ്ടിട്ട് തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കേണ്ടി വന്നു എനിക്ക്. അങ്ങേര് അതിനും അവസരം ഉണ്ടാക്കി തന്നു. വിനായകനാണ് മക്കളെ നായകൻ. അങ്ങേര് കിടിലമായിട്ടാണ് ഈ ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത്. വിനായകനൊക്കെ നല്ല പണി അറിയാവുന്നവന്മാരുടെ കയ്യിൽ കിട്ടിയാൽ അയാൾ അങ്ങോട്ട് അഴിഞ്ഞാടും. ക്ലൈമാക്സിൽ വിനായകന്റെ ഒരു കത്തിക്കലുണ്ട്. അത് തന്നെ മതിയാവും കൊടുത്ത കാശ് മുതലാക്കാൻ. ശരിക്കും പറഞ്ഞാൽ വിനായകൻ ഒരു രക്ഷയുമില്ല. സൈലന്റ് മാസ് ക്യാരക്ടറാണ്. ഈ പടം ഇത്രയും വിജയത്തിലേക്ക് പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് മമ്മൂക്കയുടെ വില്ലനിസം തന്നെയാണ്. ഈ പ്രായത്തിൽ ഇങ്ങേര് എന്നെ അഭിനയമാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൽ മമ്മൂക്കയെ കാണുമ്പോൾ പിടിച്ചു നാല് കൊടുക്കാൻ തോന്നും. അജാതി കൊടൂര വില്ലൻ. എന്തായാലും ഈ പടം കാണാത്തവർ ഉറപ്പായും കണ്ടോ, അടിപൊളിയാണ്. എന്തായാലും ഈ ക്രിസ്മസ് വിനായകനും മമ്മൂക്കയും അങ്ങ് തൂക്കിയിട്ടുണ്ട്.